ആവേ മരിയ. നമ്മൾ ഒക്ടോബർ മാസത്തിൻ്റെ പ്രത്യേകത കുറിച്ച് പറയുമ്പോൾ എൻ്റെ ചിന്തയിൽ വന്ന ഒരു കാര്യം, ലൂക്കയുടെ സുവിശേഷം 1:39 എലിസബത്ത് മറിയത്തെ സ്തുതിക്കുന്ന ഒരു ഭാഗമാണ്. അത് എല്ലാ ബൈബിളിലും ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. എലിസബത്ത് മറിയത്തെ സ്തുതിക്കുന്നു. നമ്മൾ ജപമാല ചെല്ലുന്നതിൻ്റെ ആവശ്യകതയെ പറ്റിയാണ് ചിന്തിക്കുന്നത്. നമ്മൾ ഓരോ ജപമാല ചെല്ലുമ്പോഴും നമ്മൾ പരിശുദ്ധ കന്യകാമറിയത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ആദ്യമായി സ്തുതിച്ചത് എലിസബത്താണ്. എൻ്റെ ഹെഡിങ് തന്നെ അങ്ങനെ തന്നെയാണ്, എലിസബത്ത് മറിയത്തെ സ്തുതിക്കുന്നു. നമ്മൾ എലിസബത്തിൻ്റെ ആ ഒരു സാഹചര്യം നമുക്ക് നോക്കാം. എലിസബത്തും സക്രിയായും ദൈവത്തിൻ്റെ മുൻപാകെ കുറ്റമറ്റവരായി, ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ രീതിയിൽ പാലിച്ച് ജീവിച്ചു വന്നവരാണ്. അതായത് അവർ വിശുദ്ധരാണ്. അങ്ങനെ വിശുദ്ധയായിട്ടുള്ള ആ എലിസബത്താണ് മറിയത്തെ സ്തുതിക്കുന്നത്. അത് സ്തുതിക്കുന്ന ഒരു സാഹചര്യം മറിയത്തിൻ്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. അപ്പോഴാണ് എലിസബത്ത് മറിയത്തെ സ്തുതിക്കുന്നത്. അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്തേക്ക് വരുവാനായിട്ടുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. അവിടെ കർത്താവിൻ്റെ അമ്മയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എലിസബത്തിനില്ല. ഇനി അവൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായിട്ട് പരിശുദ്ധാത്മാവ് തന്നെ മറിയത്തെ സ്തുതിക്കുന്നൊരു സാഹചര്യം നമ്മുടെ ഉള്ളത്. അത് പരിശുദ്ധാത്മാവ് തന്നെയാണ് മറിയത്തെ സ്തുതിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതമാണ്. ഈ അവസ്ഥയിൽ ചിന്തിക്കാനായിട്ടും പറയാനായിട്ടും ഒരു വ്യക്തിക്ക് സാധിക്കണമെങ്കിൽ ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ഉണ്ടാവണം. അത് ഉണ്ടാകാത്ത മനുഷ്യർക്ക് അത് മനസ്സിലാവില്ല. അത് മനസ്സിലാവാത്ത വ്യക്തികൾ ഇതെന്തിനാണ് ഇതിൻ്റെ ആവശ്യം എന്ന് ചിന്തിക്കും. അത് ചിന്തിക്കുന്നത് തെറ്റല്ല, കാരണം ആ വ്യക്തിക്ക് അത് മനസ്സിലാവാത്തത് കൊണ്ടാണ്. എലിസബത്തിന് പരിശുദ്ധാത്മാവ് അത് മനസ്സിലാക്കി കൊടുത്തു. എലിസബത്ത് മറിയത്തെ സ്തുതിച്ചു. അപ്പോൾ നമ്മൾ ഓരോ വ്യക്തികളും ഇതേപോലെ തന്നെ കൃപ നിറഞ്ഞ മറിയമേ എന്ന് പറഞ്ഞ് നമ്മൾ ഈ ജപമാല ഓരോരുത്തരും ചെല്ലുമ്പോൾ മറിയത്തെ നമ്മൾ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ഇത് സ്തുതിക്കാനായിട്ട് നമ്മളെ പഠിപ്പിച്ചതാണ് പരിശുദ്ധാത്മാവ്. മറിയത്തോട് ജപമാല ചെല്ലണം എന്ന് പഠിപ്പിച്ചത് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഓരോ വ്യക്തികളിലും വന്ന് നിറയുന്നതിന് വേണ്ടി എല്ലാവരും ഈ ജപമാല ചെല്ലണം എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ആവേ മരിയ.